ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയണം. ഞാനിത് എൻ്റേതായിട്ടുള്ളൊരു വേർഷനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ റോ സ്പൈസസ്, ബേ ലീവ്സ്, കറുവാപ്പട്ട, ജീരകം, ഏലക്കായ, കരയാമ്പൂ അങ്ങനെയുള്ള റോ സ്പൈസസൊക്കെ ആഡ് ചെയ്യാം. അതെന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തു. സ്പൈസസൊക്കെ സോട്ട് ആകുമ്പോഴുള്ള നല്ല മണം വരുമ്പോൾ ഈ നീളത്തിലരിഞ്ഞ സവാള ഒരു 2 വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുപോലെ 2 പച്ചമുളകും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് സോട്ട് ചെയ്യണം. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 4 5 ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കധികം എരിവ് വേണ്ട, അപ്പോൾ ഞാൻ ഇത്ര 2 എടുത്തിട്ടുള്ളൂ. ഇതെന്നിട്ട് കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. സ്പാനിഷിൽ സബോളയ്ക്ക് സെബോയ എന്നാണ് കേട്ടോ പറയുക. പക്ഷേ നമ്മൾ ശരിക്കും എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് സബോള എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ 2 L വരുമ്പോൾ അതിന് യാ എന്നാണ് കേട്ടോ വായിക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി കുറച്ച് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ആദ്യം നല്ലോണം സോട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഉള്ളി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ വരുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതും ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ലോണം ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി തുടങ്ങി. അതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഒരു ടൊമാറ്റോ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആദ്യം ഒന്ന് നല്ലോണം വഴറ്റി കൊടുത്തു കേട്ടോ. ടൊമാറ്റോ ഞാൻ നല്ലോണം അങ്ങനെ സോട്ട് ആവാനായിട്ടോ അല്ലെങ്കിൽ കുക്ക് ആവാനായിട്ടോ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ടൊമാറ്റോ ഇങ്ങനെ ഫുഡിൽ കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ഇത്തിരി ഒരു ഹാഫ് കുക്ക്ഡ് പോലെ ആയിട്ടാണ് എപ്പോഴും ടൊമാറ്റോ വെക്കാറ്. ടൊമാറ്റോ വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യുകയാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എനിക്കിതൊക്കെ ഒരു കൈക്കണക്കാണ്, നോക്കി ഇങ്ങനെ കുറച്ചുകൂടെ ഇടും. പിന്നെ ഇതിലേക്ക് ഞാൻ ആകെ മസാലയ്ക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഗരം മസാല മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം കൂടി ഒന്ന് സോട്ട് ചെയ്ത് ആ സ്മെല്ല് ഒന്ന് വരുന്നത് വരെ, ആ ഒരു നമുക്ക് നല്ലൊരു മണം വരുന്നത് വരെ കുറച്ച് നേരം കൂടി അത് സോട്ട് ചെയ്തു. ടൊമാറ്റോ ഞാൻ ഇത്തിരി ഒന്ന് ഉടച്ചൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി. വല്ലാണ്ട് ടൊമാറ്റോ അങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടില്ല. ഞാനത് അധികം ഉടയ്ക്കുന്നതുമില്ല. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി അടുത്തത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തു. എന്നിട്ട് അത് ഒന്ന് മെൽറ്റ് ചെയ്തു. ഫിഷ് ഞാനിവിടെ സാൽമൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫില്ലറ്റാണ്. അത് 4 പീസായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഈ 4 പീസിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 അവറോളം വെച്ചതാണ് കേട്ടോ. ബട്ടർ മെൽറ്റായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച സാൽമണിൻ്റെ ഫില്ലറ്റ്സ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നാട്ടിലാവുമ്പോൾ നല്ല നെയ്മീനൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ നെയ്മീൻ അവൈലബിൾ അല്ല. അപ്പോൾ അതിന് ആണ് ഞാൻ ഈ സാൽമൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫില്ലറ്റ് ആയതുകൊണ്ട് അതിൽ മുള്ളുണ്ടാവത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. പിന്നെ കുട്ടികൾക്ക് അധികം സ്പൈസസ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വല്ലാതെ എരിവിടാത്തത്. പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെ ശീലിച്ചു പോയി കേട്ടോ. എനിക്ക് പക്ഷേ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പച്ചമുളക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച്, ഇപ്പോൾ ഞാൻ 2 ആഡ് ചെയ്തുള്ളൂ പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് 4 5 6 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 1 സൈഡ് അത് കുക്കായതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിടുകയാണ്.
അതൊരിത്തിരി ഒരു ടാസ്ക്കുള്ള പണിയായിരുന്നു എനിക്ക്. അത് ഒരു തവി മാത്രം യൂസ് ചെയ്തപ്പോൾ അതൊന്ന് ഇത്തിരി പൊട്ടിപ്പോയി. അത് കാരണം ഞാനൊരു ഫോർക്കിൻ്റെയും കൂടി ഹെൽപ്പോടുകൂടി വളരെ സൂക്ഷിച്ചിട്ടാണ് ഇടുന്നത്. എന്തായാലും ഇതിത്തിരിയൊക്കെ ഒന്ന് പൊട്ടി വരും എൻ്റെ എപ്പോഴും. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് മറിച്ചിടുകയാണ്. അപ്പോൾ മറ്റേ സൈഡും കൂടി നല്ലോണം ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യണേ. ഇത് ഡ്രൈ കറി ലീവ്സ് ആണ് കേട്ടോ. ഇവിടെ ഫ്രഷും അവൈലബിൾ ആണ്, പക്ഷേ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഡ്രൈ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചിലപ്പോൾ ഫ്രഷ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് കുറേ നാൾ ഫ്രീസറിലും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ച ഈ മസാല ഞാനതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആ ഫിഷിനെ അധികം മാറ്റുന്നില്ല, അതിലേക്ക് ഈ മസാല ശരിക്കും നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഞാനത് സൈഡിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ആ മസാല മുഴുവനും അതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന പോലെ ഞാൻ അതിങ്ങനെ വെച്ചു. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. ഇത് ലെച്ചേതി കൊക്കോ എന്ന് പറയുന്ന ഇവിടെ ടിന്നിലാക്കി കിട്ടുന്നതാണ്. ഇത് ഏകദേശം 400 ml ഒരു ടിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 200 ml ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോക്കനട്ട് മിൽക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി മീനിന് മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യണം, ചിലപ്പോൾ കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയും കൂടി ചോപ്പ് ചെയ്തത് അതും കൂടിയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് റൈസ് ആഡ് ചെയ്യാൻ പോവാണ്. ഈ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോയിൽ ചെയ്തതാണ്. വെള്ളത്തിൽ ബട്ടറും സ്പൈസസും പിന്നെ ഉപ്പും കുറച്ച് നാരങ്ങ നീരുമിട്ട് വേവിച്ചിട്ട് ഞാൻ ഊറ്റിയെടുത്തതാണ്. ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിത് ലെയർ ചെയ്തൊന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ റൈസിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ നെയ്യാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊരു ആവശ്യത്തിന് ഇട്ട് പോയതാണ്, പക്ഷേ നിങ്ങൾ അത് ആദ്യം കാഷ്യൂനട്ടും സോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉണക്കമുന്തിരി ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്നൊരാവേശത്തിൽ ഇട്ടത് കാരണം ഞാനത് പെട്ടെന്ന് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത്യാവശ്യം റോസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ഫ്രൈഡ് ഒനിയൻ ആഡ് ചെയ്യാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തു, അതിന് ശേഷമാണ് ഇത് കുറച്ച് ആഡ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഫ്രൈഡ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ആഡ് ചെയ്തു. ജസ്റ്റ് ആ ഒരു നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തത്. എന്നിട്ട് ഞാനിത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നിട്ടും അത് കണ്ടോ കുറച്ചും കൂടി പിന്നെയും ഒന്ന് ഇത്തിരി ബ്രൗണിഷ് കളറായി. എന്നാലും കുഴപ്പമില്ല, നോക്കട്ടെ ഇനിയിപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാനത് ഈ ബിരിയാണിയുടെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൻ എടുത്തു, അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മുടെ ബിരിയാണിയുടെയും കൂടിയും പാത്രം വെച്ചിട്ട് അത് ഇനി ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അടിയിലത്തെ ആ ഒരു ഭയങ്കര ചൂട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും അടിയെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ അടിയിൽ ഇതുപോലത്തെ ഒരു പാൻ വെച്ചത്. ഇനി ഒരു മെയിൻ ഐറ്റം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ഒരു വാം മിൽക്കിൽ കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ പൊടിയാണ് അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും നല്ലോണം വരും കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ചു വയ്ക്കാൻ പോവാണ്. ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ അടപ്പും കൂടിയും വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി ഞാൻ വേറെ വെയിറ്റ് ഒന്നും വെക്കുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സോളം ഇതുപോലെ വേവിക്കും. അപ്പോൾ റൈസിലേക്കൊക്കെ നമ്മുടെ ഫിഷിൻ്റെ മസാലയുടെയൊക്കെ ഫ്ലേവർ
കയറിക്കോളും, ആവിയായിട്ട് ഇങ്ങനെ കയറിക്കോളും. എനിക്ക് ഈ ബിരിയാണിയിലെ മസാല എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും കൂടുതലായിട്ടും ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ ഇതിനൊരു ലൈറ്റ് ടേസ്റ്റാണ്. ഫിഷിൻ്റെയും നല്ല കോക്കനട്ട് മിൽക്കിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കുമ്പോൾ. ഇതാണ് ഞാൻ യൂസ് ചെയ്ത സാഫ്രോൺ. ഇത് പൗഡറാണ് കേട്ടോ. ഇതൊരു പാക്കറ്റ് ഒരു 0.1 ഗ്രാമിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്പാനിഷ് ഫുഡിലൊക്കെ ഒരുവിധം എല്ലാ ഐറ്റംസിലും ഇവർ സാഫ്രോൺ ആഡ് ചെയ്യും. ഇവിടുത്തെ ഒരു പയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ഡിഷ് ഉണ്ട്. അതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഈ സാഫ്രോൺ ആണ്. ഇപ്പോൾ 10 മിനിറ്റ്സ് ഞാൻ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ്സോളം അടച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നല്ല ബിരിയാണിയുടെയും സാഫ്രണിൻ്റെയും പിന്നെ ആ റോസ്റ്റഡ് നട്ട്സിൻ്റെയും നെയ്യും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ മല്ലിയിലയും മിൻറ്റ് ലീവ്സും കൂടിയിട്ടുള്ളത് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നത്. ബിക്കോസ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് കുറച്ച് ആ കളറ് മങ്ങിപ്പോവും. ഓൾറെഡി ഞാൻ ഫിഷിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം പിടിച്ചോളും. അപ്പോൾ ഇത് ശരിക്കും ഗാർണിഷിങ്ങിന് ലാസ്റ്റാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. റൈസൊക്കെ നല്ല പാകത്തിന് അങ്ങനെ വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. കുറച്ച് അങ്ങനെ ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുകയാണിത്. ഞാനെടുത്തപ്പോൾ ഒരിത്തിരി ഫിഷ് പൊട്ടിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനത് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഞാൻ കണ്ടോ ഇത് ഫിഷ് എടുത്തപ്പോൾ കുറച്ച് അങ്ങോട്ട് പൊട്ടിപ്പോയി. അതിൻ്റെ ഒരു ഫിഷ് ഫില്ലറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇനി കിട്ടാനുണ്ട്. ഞാനത് നോക്കുകയാണ്. ഓക്കെ, അത് ഇത്തിരി പൊട്ടിപ്പോയി. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ തന്നെ എല്ലാം നല്ല സ്പൈസസിൻ്റെയും സാഫ്രണിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ തൊടുമ്പോൾ തന്നെ നല്ല ടെക്സ്ചറൊക്കെയാണ് കേട്ടോ. നല്ലോണം പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ഇത്തിരി കരിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഫിഷും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ. എന്തായാലും സൂപ്പറായി. ഇനി ഈ ഒരു റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.